ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമാണ്, ജൂൺ 23. ഏറ്റവും പ്രധാനപ്പെട്ടതായി 2028 ലോസ് ഏഞ്ചൽസിൽ സംഭവിക്കാൻ പോകുന്ന ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് വീണ്ടും വരാൻ പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും ജയ് ഷാ ഇപ്പോൾ ഒരു പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം 2028 ഒളിമ്പിക്സിന് വേണ്ടി സജ്ജമായി നിൽക്കുന്നു എന്നുള്ള തരത്തിലൊരു പോസ്റ്റാണ്. അത് ഇന്ത്യൻ വിമൻസ് ടീമും ഇന്ത്യൻ മെൻസ് ടീമും 2028 ലോസ് ഏഞ്ചൽസിലെ ഒളിമ്പിക്സിൽ പങ്കെടുക്കും എന്നുള്ളത് കൃത്യമായ ധാരണയും കൂടി ജയ് ഷാ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യവും കൂടിയുണ്ട്. കാരണം ജയ് ഷാ പറയുന്നത് ഇന്ത്യ എന്ന രാജ്യത്തെ തന്നെ ഒറ്റക്കെട്ടായി നിർത്തുന്ന സ്പോർട്ടിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ക്രിക്കറ്റാണ്. ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തിൽ ക്രിക്കറ്റ് ആഘോഷിക്കപ്പെടുമ്പോൾ ക്രിക്കറ്റും ഒളിമ്പിക്സും കൂടി നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്നു എന്നുള്ളതാണ് ജയ് ഷായുടെ പോസ്റ്റ്. സ്വാഭാവികമായും ഇതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒളിമ്പിക്സിൽ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ഒരു വലിയ സ്ഥാനം ലോകത്തൊട്ടാകെയുള്ള രാജ്യങ്ങൾ നൽകുന്നുണ്ട്. കാരണം നമ്മൾ ഒളിമ്പിക്സ് മാറ്റി വയ്ക്കുകയാണെങ്കിൽ പോലും ക്രിക്കറ്റിൽ ഇന്ത്യ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടീം എന്നുള്ളത് നമുക്കറിയാം. മറ്റു പല രാജ്യങ്ങളും അവർക്കൊരു സ്ട്രോങ് കണ്ടൻ്റായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയെ ബീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു വലിയ ടഫ് ടാസ്ക്കാണ് മറ്റ് രാജ്യങ്ങൾക്ക്. ആ ഒരു ഘട്ടത്തിൽ ഒളിമ്പിക്സിൽ ഇന്ത്യ ഒരു വലിയ മെഡൽ തന്നെയാണ് കാണുന്നത്. അതിൽ സ്വർണം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇന്ത്യ നോക്കുകയും ചെയ്യുന്നത്. പക്ഷെ എന്നാൽ പോലും മറ്റു രാജ്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളികളാകുന്നത് കൊണ്ട് തന്നെ എന്തായാലും ഒരു ടോപ്പ് 3 മെഡൽ പൊസിഷനിൽ എന്തായാലും ഇന്ത്യ എത്തുമെന്നുള്ള ഒരു വലിയ കോൺഫിഡൻസ്, വിശ്വാസം 140 കോടി ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിലുമുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഒളിമ്പിക്സിനൊപ്പം തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ആഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസമായിട്ട് ജൂൺ 23 മാറ്റുന്നത് ജയ് ഷാ. 1900 പാരീസിലായിരുന്നു ക്രിക്കറ്റ് ഒളിമ്പിക്സിൽ വരുന്നത്. ആ ഒരൊറ്റ തവണ മാത്രമാണ് ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് വരുന്നത്. അതിനുശേഷം ഇപ്പോൾ 2028 128 വർഷങ്ങൾക്ക് ശേഷമാണ് ഒളിമ്പിക്സിൽ വീണ്ടും ക്രിക്കറ്റ് എത്തുന്നത്. വനിതാ ടീമുകളും മെൻസ് ടീമും എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും ലോകത്തൊട്ടാകെ തന്നെയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്ക് ഏറ്റവും വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന ഒരു ടീം തന്നെയായിട്ട് ഇന്ത്യ മാറുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ലോസ് ഏഞ്ചൽസിൽ നടക്കാൻ പോകുന്ന ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട മുന്നേറ്റവുമായിട്ട് ജയ് ഷാ ഉൾപ്പെടെയുള്ളവർ എത്തുന്നത്. ഇപ്പോൾ ഇംഗ്ലണ്ടുമായിട്ട് ലീഡ്സിൽ ടെസ്റ്റ് മത്സരം നടക്കുകയാണ് ഇന്ത്യക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് മത്സരത്തിലും വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ദിവസങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത്. സച്ചിൻ ടെണ്ടുൽക്കർ, ജെയിംസ് ആൻഡർസൺ എന്നുള്ള പേരിൽ ആ ഒരു ട്രോഫി അറിയപ്പെടുകയും ചെയ്യുന്നു. IPL ശേഷം ഇന്ത്യൻ ടീം ഒരു പുതിയ മാറ്റവുമായിട്ട് വരുന്ന ഒരു ടെസ്റ്റും കൂടിയാണിത്. ശുഭ്മൻ ഗിൽ ക്യാപ്റ്റനായിട്ട് എത്തുന്നു. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുടെയും റിട്ടയർമെൻറ്റിന് ശേഷം ഒരു പുതിയ ഇന്ത്യൻ ടീമിനെ വാർത്തെടുക്കുകയും കൂടി ചെയ്യുകയാണ് നിലവിൽ ഇന്ത്യ. ടെസ്റ്റ് ടീമിനെ തന്നെ ഒട്ടാകെ ഒരു പുതിയ വേർഷനുമായിട്ടാണ് ഇന്ത്യൻ ടീം ഇറങ്ങുന്നത്. 2028 വരുമ്പോഴേക്കും, ഒളിമ്പിക്സിലേക്ക് കടക്കുമ്പോഴേക്കും എത്ര പ്രധാനപ്പെട്ട താരങ്ങൾ അപ്പോൾ ഉണ്ടാകുമെന്നൊരു വലിയ ചോദ്യവും കൂടിയുണ്ട്. നിലവിൽ റിട്ടയർമെൻറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന പല താരങ്ങളും ഒളിമ്പിക്സും കൂടി കളിച്ചതിന് ശേഷമായിരിക്കാം റിട്ടയർമെൻറ്റിലേക്ക് കടക്കുക എന്നുള്ളൊരു തോട്ടും കൂടി ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് ഒളിമ്പിക്സിൽ ക്രിക്കറ്റിൽ എത്രമാത്രം ആധിപത്യം ഇന്ത്യക്ക് പുലർത്താൻ സാധിക്കും, അത് 128 വർഷങ്ങൾക്ക് ശേഷം ഒളിമ്പിക്സിലേക്ക് ക്രിക്കറ്റ് വരുമ്പോൾ എത്രമാത്രം സ്വീകാര്യത ഇന്ത്യൻ ജനതയ്ക്കുള്ളിൽ തന്നെ ക്രിക്കറ്റിന് ലഭിക്കുന്നു, അതോടൊപ്പം തന്നെ എത്രമാത്രം മികച്ച രീതിയിൽ ഇന്ത്യൻ താരങ്ങൾക്ക് ഒളിമ്പിക്സിൽ പെർഫോം ചെയ്യാൻ സാധിക്കും എന്നുള്ള 2 കാര്യങ്ങളും കൂടി ഈ വശത്ത് നമുക്ക് സംസാരിക്കപ്പെടേണ്ടതുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഒളിമ്പിക്സ് ഇന്ത്യ ആഘോഷമാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോട്ടായി വരാൻ പോകുന്ന ലോസ് ഏഞ്ചൽസിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഏറ്റവും വലിയ മുതൽക്കൂട്ടും കൂടി ആവാനുള്ള ഒരു സാഹചര്യവും കൂടി ഈ ഒരു ദിവസത്തിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തിൽ കൂടി ആചരിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ തന്നെ ഒട്ടാകെ തന്നെ ഒരു പുതിയ വേർഷനിലേക്ക് മാറ്റാൻ ഇത്തവണത്തെ ഒളിമ്പിക്സിലൂടെ സാധിക്കും എന്നുള്ളതും കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്.